അച്ഛനപ്പം ഇങ്ങനെയാണോ? മിക്കപ്പോഴും. അമ്മ ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇവിടെ ആയതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്. പിന്നെ സാരി നൈസായിട്ടുണ്ടാ. ദശമി ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ആ, അവൾ ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റഗ്രാമില് 200K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഡാൻസ് ഒക്കെ റീലൊക്കെ ഇടും. ഓ, അത് പറ. അതാ കണ്ടതുപോലെ തോന്നിയത്. ഇവളായിട്ട് പുറത്തുനിന്നൊക്കെ ഭയങ്കര പേടിയാന്നേ. ഈ ഫോളോവേഴ്സ് ഒക്കെ ഇല്ലേ, അവരെ കൂട്ടം കൂടും. അതെന്താ? അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തു. എന്താ മോളേത്? കണ്ടിരുന്നത്? കല്യാണം സിമ്പിളായിട്ട് നടത്താൻ അച്ഛൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം. വെറുതെ എന്തിനാ പൈസ കളയുന്നത്? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്. ആ, ഞങ്ങളെ മനസ്സിലായോ? അന്ന് പനമ്പള്ളിയിൽ ഫോട്ടോ എടുത്തന്നില്ലേ? ആണോ? ഞാനീ ഒരുപാട് പേർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നോണ്ടേ എനിക്കതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. നിങ്ങളെന്താ ഇവിടെ? ഞാനിവിടെ താമസിക്കുന്നത്. ചേട്ടനെന്താ ഇവിടെ? എനിക്ക് മനസ്സിലായി. ചേട്ടൻ ബില്ലടിക്കാൻ വന്നല്ലേ? അത് തന്നെ. മീറ്റർ പുറകിലാണ്. ചേട്ടൻ്റെ മെഷീനൊന്നുമില്ലല്ലോ. ആ, ശരിയല്ലേ. വിഷയം എടുക്കാൻ മറന്നുപോയി. തിടുക്കത്തിൽ ഇറങ്ങിയോണ്ടാ. ഇതൊരെണ്ണം കാണും ഒരെണ്ണം ബില്ലടിക്കാൻ. ഇല്ല ഇല്ല. എങ്കിൽ ഞാൻ നാളെ എടുത്തിട്ട് ബില്ലടിക്കാൻ വരാം. നിങ്ങളുടെ കല്യാണം അല്ലേ? നന്നായി വരും. ഞാന് ഈ വഴിയാണോ വന്നത്? ഈ വഴിയല്ലേ? അല്ല, നമ്മുടെ കല്യാണം പുള്ളിക്കല് മനസ്സിലായി. അത് ശരിയാണല്ലോ. അവർക്ക് എന്നെ മനസ്സിലായി. അവരുടെ കല്യാണം ഫിക്സായി. അതിപ്പോ ഫിക്സ് ആയി. പോവാന്ന്. എന്റെ കൊക്കിന് ജീവനുണ്ട്. ഈ കല്യാണം ഞാൻ നടത്തൂടാ. നീ പോടാ.